ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളെ യാത്ര സൗദി റിയാദിലോട്ടാണ്. മുന്നേ ഒരു 1 ഡേ ട്രിപ്പ് നമ്മൾ റിയാദ് പോയതായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ യൂസ് ചെയ്തൊരു വിസ ഉണ്ട്, മൾട്ടിപ്പിൾ എൻട്രി വിസ. ആ വിസയിലാണ് നമ്മൾ ഇപ്പോഴും പോകുന്നത്. ഒരു വർഷം നമുക്ക് എത്ര വർഷം വേണമെങ്കിൽ സൗദിയിലോട്ട് പോകാൻ ഈ ഒരു വിസ മതി. അന്ന് നമ്മൾ 1 ഡേ ട്രിപ്പ് ഉഫൂഫ് വരെയായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ഒരു 4 ദിവസത്തെ ട്രിപ്പ് റിയാദിലോട്ടാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഉഫൂഫ് വരെയല്ലേ മാക്സിമം ഡീറ്റെയിൽ വീഡിയോ അന്ന് ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഉഫൂഫിന് ശേഷം അങ്ങോട്ട് റിയാദിലോട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. ഇന്നും നമ്മൾ ഫാമിലി ആയിട്ട് തന്നെ പോകണം. എവിടെ പോവാ? ഇപ്പോ അതാരാ എവിടെ പോണു സോയ? കൊക്കോമിരാനെ കാണാനാ. അപ്പോൾ ഞങ്ങൾ എന്നത്തെ പോലെ തന്നെ ലാസ്റ്റ് കാണുന്ന ഈ ഒരു പമ്പിന്ന് എണ്ണടിച്ച് നമ്മളെ ബോർഡറിൽ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് നമ്മൾ ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം അതില്ല, കാരണം ആൾറെഡി നമ്മൾ ചെയ്തതുകൊണ്ട് ഇനി അതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് നേരെ ഡയറക്റ്റ് വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്ത് അവിടെ ചെക്കിങ് കഴിഞ്ഞ് അകത്തേക്ക് പോകാം. റൈറ്റ് സൗദി ബോർഡർ, ഇങ്ങോട്ട് ലെഫ്റ്റ് നമ്മുടെ ദോഹയാണ്. ഇതാണ് ഖത്തറിന്റെ ചെക്കിങ്. ഖത്തറിന്റെ ചെക്കിങ് നടക്കുന്ന സ്ഥലം ഇവിടെയാണ്. നമ്മുടെ പാസ്പോർട്ട്, എമിഗ്രേഷൻ എല്ലാം നടക്കുന്നത് ഈ ഒരു ഇതിലാണ്. നമ്മുടെ ഖത്തറിന്റെ എല്ലാ ഫോർമാലിറ്റും കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി ഇനി നേരെ അതേ ഫ്രണ്ട് ആണത് നോ മാൻസ് ലാൻഡ് എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഏരിയയാണ്. അതായത് ഖത്തർ കഴിയും ചെയ്തു, സൗദിയിലോട്ട് എത്തുകയുമില്ല. അപ്പൊ അതിന്റെ ഇടയിലുള്ള കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അത് ഖത്തറിൻ്റെതും അല്ല, സൗദിയുടേതും അല്ല. അങ്ങനത്തെ ഒരു ഭാഗമാണ് കാണുന്ന ഈ ഒരു ഭാഗം. അങ്ങനെ നമ്മുടെ സൗദിയുടെ ബോർഡർക്ക് കയറിയിട്ടില്ല. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ബോർഡ് ഉണ്ട്, സൗദി അറേബ്യ. സൗദിയുടെ എൻട്രീനിന്റെ ഒരു വെൽക്കമിംഗ് ഗേറ്റ് ആണ് ഈ കാണുന്ന ഈ ഒരു ഗേറ്റ്. അപ്പൊ നമ്മളങ്ങനെ ഫൈനൽ സൗദിയുടെ ലാസ്റ്റ് മെയിൻ എമിഗ്രേഷൻ ഏരിയക്ക് എത്തി. ഫിംഗർ പ്രിന്റും കാര്യങ്ങളും ഫസ്റ്റ് ടൈം നമ്മൾ സൗദിയിലോട്ട് പോകുന്ന സമയത്ത് ആ കാണുന്ന ബിൽഡിംഗ് എന്നാണ് എമിഗ്രേഷൻ ചെയ്യുക. ഫസ്റ്റ് നമ്മൾ വരുന്ന സമയത്ത് ആ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് പോയി ഫിംഗറും കാര്യങ്ങളും ചെയ്തതിന് ശേഷം നമ്മളിത് ഈ കാണുന്ന ബോർഡറിലൂടെ എക്സിറ്റ് ആവും. പക്ഷെ ആൾറെഡി ഒരു പ്രാവശ്യം നമ്മൾ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ കാണുന്ന ബോർഡറിലൂടെ ഈ കാണുന്ന ഗേറ്റിലൂടെ കയറിയാൽ മതി. അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ഗേറ്റിൽ നമ്മുടെ പാസ്പോർട്ടും ID കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് തരും. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. ബോർഡറിൽ നിന്ന് കിട്ടുന്ന ലാസ്റ്റ് ടോയ്ലറ്റ് ഏരിയയും ഈ കാണുന്ന ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് ടോയ്ലറ്റ് പോയിട്ട് ഇവിടുന്ന് ബോർഡർ കയറാമെന്ന് വിചാരിക്കുന്നു. ബോർഡർ കയറി കഴിഞ്ഞാൽ തൊട്ടടുത്ത് കുറച്ച് ഏരിയകൾ ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നാണ് പോയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മരുഭൂമി പോലെയാണ്. നമുക്ക് ടോയ്ലറ്റോ കാര്യങ്ങളോ യൂസ് ചെയ്യാൻ ഫെസിലിറ്റീസും കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. മാക്സിമം ആൾക്കാർ ഇവിടുന്ന് യൂസ് ചെയ്തിട്ട് പോകും. അപ്പോൾ നമ്മുടെ ഡോക്യുമെന്റ് പ്രോസസ് ഫുള്ള് കംപ്ലീറ്റ് കഴിഞ്ഞ് ലാസ്റ്റ് കാണുന്ന കൗണ്ടറിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇൻഷുറൻസും എടുത്ത് നമ്മൾ നേരെ സൗദിയുടെ ഫസ്റ്റ് എൻട്രൻസോട്ട് കയറി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നേരെ മുതൽ ഇപ്പൊ സൗദി ഇങ്ങോട്ട് തുടങ്ങി ഇവിടെ മുതലായിട്ടില്ലേ കാണുന്ന ഏരിയ ഒക്കെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഈ ഏരിയകളെ കുറിച്ചൊക്കെ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുന്നില്ല. നമ്മൾ നേരെ ഡയറക്റ്റ് റിയാദിലേക്ക് വിടാനുള്ള പ്ലാനാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഖത്തറിന്ന് കഴിച്ചു. ഉച്ചക്കത്തെ ലഞ്ച് നമ്മൾ കൂഫിന്ന് കഴിക്കാന്നുള്ള പ്ലാനിലാണ്. രാത്രിക്കത്തെ ഫുഡ് നമുക്ക് റിയാദക്ക് സൗദി കുറച്ച് അകത്തോട്ട് കയറിയിട്ടില്ല. കയറി ഉടനെ തന്നെ ഇവിടെ ഒരു ബീച്ചും ഉണ്ട്, ഇവിടെ ജസ്റ്റ് ഒരു പാർക്കും ഉണ്ട്. പാർക്ക് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിൽ വരുന്ന സമയത്ത് ഒരു പമ്പുണ്ട്. ഇനി അഥവാ അവിടുന്ന് നമ്മുടെ ബോർഡറിൽ നിന്ന് ഖത്തർ ബോർഡറിൽ നിന്ന് എണ്ണടിക്കാൻ മിസ് ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് എണ്ണടിക്കുക. കുറച്ച് റേറ്റ് ഇവിടെ കൂടുതലേക്കാരം ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇവിടെ വരുന്ന വീഡിയോ ഒന്നും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ആൾറെഡി ഇവിടെ വരുന്ന ഒരു വീഡിയോ ഉഫൂഫ് വരുന്ന ഒരു 1 ഡേ ട്രിപ്പിന്റെ വീഡിയോ ഇതിന്റെ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉഫൂഫിന് ശേഷമല്ലേ അവിടുന്ന് അങ്ങോട്ട് റിയാദിക്കുള്ള ഭാഗങ്ങൾ കൂടുതൽ കവർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഇവിടുന്ന് ഉഫൂഫ് 135 കിലോമീറ്റർ, ദമാം 305. റിയാദ് ഏകദേശം കാണുന്നത് 467 കിലോമീറ്റർ ആണ്. 4.5 മണിക്കൂർ ഓട്ടുണ്ട്. ഒരു 4.5 മണിക്കൂർ ഇവിടുന്ന് ഓടിയാലാണ് റിയാദിലോട്ട്. അങ്ങനെ അത്യാവശ്യം ഞങ്ങൾ ഓടി അത്യാവശ്യം ഞങ്ങൾ നമ്മളെ ബോർഡറിൽ നിന്ന് ഓടി ഇവിടെ എത്തിയിട്ടില്ല. ഉപ്പ് ഇപ്പോഴും എത്തിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്താണ്, വണ്ടി ഒന്ന് സൈഡ് ആക്കിയതാണ്. ഈ ഒരു ഏരിയ ഒക്കെ ഫുള്ള് മരുഭൂമിയിട്ടില്ല. എന്താ ലുക്ക് കയറിയ നമ്മുടെ ടാർജറ്റ് റിയാദ് ഇൻഷാ അല്ലാഹ്. നമ്മൾ തിരിക്കുന്ന ഏരിയ എന്താ വെച്ചാൽ ഈ ഒരു ഏരിയ നമ്മൾ റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഉഫൂഫാണ്, ലെഫ്റ്റ് ആണ് മക്ക, റിയാദ് എല്ലാം പോകുന്നത്. ഉഫൂഫ് എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ അതിന്റെ മെയിൻ ലൊക്കേഷൻ ഉണ്ട്. ആ മലകളും കാര്യങ്ങളൊക്കെ വരുന്ന ആ ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയിലോട്ട് ടച്ച് ചെയ്യാത്ത. കാരണം അതിന്റെ പൂഫിന്റെ സൈഡ് ഭാഗങ്ങളിൽ തന്നെയാണ് ഇപ്പോൾ റിയാദിലോട്ട് പോണ വഴിയെല്ലാം അത്യാവശ്യം സിറ്റിയും കാര്യങ്ങളൊക്കെ തുടങ്ങി സ്റ്റാർട്ട് ആയിട്ടില്ല. ഈ ഒരു ഏരിയ നമ്മൾ പോണ ഫ്രണ്ടില് പിക്കപ്പിൽ 2 ഒട്ടകങ്ങളൊക്കെ കൊണ്ടുപോകണില്ലേ, പോണിട്ടില്ല. അടുത്ത ഒട്ടകം റിയാദിക്ക് പോകുന്ന സ്റ്റാർട്ടിങ് ഏരിയയുടെ സൈഡിലൊക്കെ ഫാം ഉണ്ടിട്ടില്ല. അത്യാവശ്യം ഫാമുകൾ പല സൈഡിലും കാണുന്നുണ്ട്. പക്ഷേ ഇത് പല ഫാമിലീസ് ഒക്കെ സൈഡിൽ ഇത് പിന്നെ ക്യാമ്പിങ് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടിട്ടില്ല ഈ ഒരു ടൈം ആയപ്പോൾ തന്നെ. കാരണം ഇപ്പൊ നമ്മുടെ ടൈം 2:45. നല്ല ക്ലൈമറ്റ് ആണ്, നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് ഇന്നൊക്കെ. നമ്മൾ വണ്ടി ജസ്റ്റ് സൈഡ് ആക്കിയതാണ്. ഇവിടെ വരുന്ന വഴിയിൽ റിയാദിലോട്ട് വരുന്ന സമയത്ത് ഇടയിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. ഈ ഒരു ഭാഗത്ത് ഇതൊക്കെ ഫുള്ള് മരുഭൂമി മലകളായിട്ട് അത്യാവശ്യം നല്ല അടിപൊളി വ്യൂ ഉണ്ട്. അപ്പൊ നമ്മള് നിങ്ങി റിയാദിലോട്ട് വെറും 200 സംതിങ് കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഈ ഏരിയ നല്ല അടിപൊളി വ്യൂ ആയിട്ടില്ല. ഫുള്ള് ഇങ്ങനത്തെ മലയും കാര്യങ്ങളൊക്കെയാണ് ഈ റോഡിന്റെ സൈഡ് കാണുന്നത്. സാധാരണ നമ്മൾ ഖത്തർ ഭാഗത്ത് ഫാമിലി ക്യാമ്പിംഗ് അടിക്കുന്ന കുറച്ച് ഉള്ള ഏരിയയിലോട്ടാണ്. ഈ ഏരിയയിൽ റോഡ് വരുന്ന പല ഏരിയയിലും ഇങ്ങനത്തെ ചെറിയ മരുഭൂമിയിൽ ഫാമിലീസ് ക്യാമ്പിംഗ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. കാരണം അത് നല്ല അടിപൊളി ക്ലൈമറ്റുമാണ്. ഇവിടെ നിങ്ങൾ വ്യൂ ഒക്കെ നല്ല അടിപൊളി കയ്യും അടിപൊളി മലനിരകളും. ചില വണ്ടികളൊക്കെ മുകളിലോട്ടൊക്കെ കയറ്റിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് കയറ്റാൻ ടൈമില്ല. കാരണം നമ്മളൊരു ഇരുട്ടാകുമ്പോൾ നമുക്ക് റിയാദിൽ എത്തണം. അങ്ങനെയാണ് നമ്മളൊരു പ്ലാൻ. അപ്പോൾ നമുക്ക് ഇനി മുന്നേക്ക് പോയി നോക്കാം. മുന്നിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ മാക്സിമം നമുക്ക് കവർ ചെയ്യാം. ഏര് നോക്കുകയാണെങ്കിൽ എന്താ ലുക്ക് കയറിയോടാ മല അടിപൊളി ലൊക്കേഷൻ ഉണ്ട്. റിയാദ് 280 കിലോമീറ്റർ പറഞ്ഞ് മാറിപ്പോയത്.
നേരത്തെ 250 250 കിലോമീറ്റർ ഏകദേശം 1.5 മണിക്കൂറിന് ഫ്രണ്ടിലെ ക്യാരവൺ പോണു. ദുബായ് രജിസ്ട്രേഷൻ ആണ്. ഈ ഒരു ഏരിയ ഒക്കെ എന്താ ലുക്ക് അറിയാം. ഫ്രണ്ട് ഫുള്ള് അടിപൊളി മരുഭൂമി, നല്ല അടിപൊളി സൈന്യം. അതിന്റെ അടിയിൽ നിന്ന് സൺലൈറ്റിന്റെ ഒരു വ്യൂ എന്താ ലുക്ക് അറിയോ. ഞങ്ങൾ അവിടുന്ന് പോകുന്നതിന് ശേഷം ഇത് വരെ നമുക്കൊരു ഹോട്ടൽ കിട്ടിയില്ല. ഉണ്ട് ഏകദേശം സമയം 4 മണിക്ക് അടുത്തായി, 3:45. പക്ഷേ ഒരു ഹോട്ടലും കിട്ടിയില്ല. കാരണം ഒരു ബിൽഡിംഗ് ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾ നോക്കട്ടെ, ഫ്രണ്ടിലോട്ട് പോയി നോക്കാം നമുക്ക്. ഇത് നോക്കുകയാണെങ്കിൽ എത്രങ്ങാനും നേരെ ഈ ഒരു വ്യൂ തന്നെ ഗൂഗിൾ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് മറ്റേ സ്റ്റക്കായ പോലെ കാണുന്നത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിട്ടില്ല. ഈ വ്യൂ കണ്ട് ബോറായിട്ടില്ല. വേറെ കാര്യം, ഒരു ഹോട്ടലോ റെസ്റ്റോറൻറ്റോ ഒന്നും കാണില്ല. ആ ഊഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റിയിൽ നിന്ന് വിട്ടതിന് ശേഷം എത്രങ്ങാനും ഓടിയാറോ ഈ ഓടത്തിൽ ഫുള്ള് കാണുന്നത് ഇതാ ഈ ഒരു വ്യൂ മാത്രം. ഒരു 1-2 പമ്പ് കണ്ടു, പക്ഷെ വേറെ ഫുഡ് കഴിക്കാൻ ഒരു ഓപ്ഷനും ഇല്ല. ആരെങ്കിലും ഈ ഭാഗത്തേക്കൊക്കെ പോരുന്നുണ്ട്, ഊഫ് വിട്ട് പോരുന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ട് കൈ കരുതിക്കൊണ്ടു, അല്ലെങ്കിൽ ആ ഊഫ് ഭാഗത്ത് നേരെ ഫുഡ് കഴിച്ചിട്ട് നീങ്ങിയാൽ മതി ഇങ്ങോട്ട്. 400 കിലോമീറ്റർ ഇപ്പം നമ്മൾ മൊത്തം ഖത്തറിന്ന് ദോഹയിൽ 400 കിലോമീറ്റർ ഓടി, ബോർഡറിന്ന് 200 കിലോമീറ്റർ, 300 കിലോമീറ്റർ ബോർഡറിന്ന് ഓടി. അപ്പം നമ്മൾ അത്യാവശ്യം ഓടി എത്തിയിട്ടില്ലേ. നമ്മൾ കുറേ പോകുന്നതിന് ശേഷം നമുക്കൊരു പമ്പ് കിട്ടിയത് ഈ കാണുന്ന പെട്രോൾ പമ്പിൽ നമ്മൾ എണ്ണ അടിച്ചു. കാരണം എണ്ണ ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. എന്നാലും നമ്മളൊരു സേഫ്റ്റി. ഇവിടുന്ന് നമുക്ക് അത്യാവശ്യം ഓടാനുണ്ട്. ഏകദേശം 200 കിലോമീറ്ററോളം ഇനി ഓടാണ്ട്, 200-150 കിലോമീറ്റർ ഇനി ഓടാണ്ട് റിയാദക്ക്. കൂട്ടിയതിന് ശേഷം 150 കിലോമീറ്ററും ഫുള്ള് ഇത് ഇങ്ങനെ കാണും. നീണ്ടു കിടക്കുന്ന റോഡും ഈ കാണുന്ന സ്കൈ നല്ല വിഷമുണ്ട്. കാരണം നമ്മൾ രാവിലെ അവിടുന്ന് 11 മണിക്ക് നമ്മളെ ഖത്തറിന്ന് ബ്രേക്ക്ഫാസ്റ്റ് പോകുന്നതാണ്. ഈ പമ്പിന്റെ ഉള്ളിൽ കുറച്ച് ഷോപ്പ് ഉണ്ട്. ആ ഷോപ്പിൽ നമുക്ക് എന്തെങ്കിലും താൽക്കാലികം കഴിക്കാൻ എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ നോക്കട്ടെ. കാരണം അത്യാവശ്യം നല്ല വിശപ്പ്. എന്താ ഷോപ്പില് എന്നാ പോയോക്കാം. അപ്പൊ ഇവനൊക്കെ വിശന്ന് തുടങ്ങിയിരിക്കണം. അപ്പൊ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പൊ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും താൽക്കാലികം വാങ്ങിച്ചിട്ട് അടുത്തെവിടെയും കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാന്നുള്ള പ്ലാനിലാണ്. അപ്പൊ നമ്മളിവിടെ ഇവിടുന്ന് കുറച്ച് സാധനം വാങ്ങാനുള്ള പ്ലാനിലായിട്ടില്ല. ചിപ്സ് ഒന്നും എടുക്കാം നമുക്ക്. ഏത് എടുക്കാം, പൈസ വേണ്ട. നമ്മൾ കൂടുതൽ സാധനം ഒന്നും വാങ്ങിച്ചിട്ടുള്ളൂ. കൂടുതൽ നമുക്ക് ഈ സമയത്ത് കഴിക്കാൻ പറ്റിയ ഫുഡൊന്നും കൂടുതൽ ഇവിടെ കാണുന്നില്ല. കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിച്ചാൽ നമുക്ക് ഇനി റിയാദ് 138 കിലോമീറ്റർ. പക്ഷേ അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടില്ല, വണ്ടി സൈഡ് ആക്കിയിട്ട്. വണ്ടിന്റെ അലൈൻമെന്റ് ചെറിയൊരു കംപ്ലൈന്റ് വന്നൊരു സംശയം. ഇങ്ങനെ വണ്ടി സൈഡിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ജസ്റ്റ് ഇറങ്ങി നോക്കിയപ്പോഴാണ് മനസ്സിലായത് കൂട്ടിക്കത്തെ തണുപ്പില്ല, നല്ല കാറ്റും നല്ല തണുപ്പുണ്ട്. നമ്മളിപ്പോ ഏകദേശം റിയാദ് എത്താനായി. നോക്കാണ്ട് ബാക്കിലെ വ്യൂ നോക്കാണ്. ഈ റോഡ് നീണ്ട് കിടക്കുക, വേറെ ഒന്നും കാണില്ല. എത്രങ്ങാനും കിലോമീറ്റർ ആയി ഓടിക്കുന്നത്. ഒരു ബസ്സും കാണും, ഒരു ബിൽഡിംഗും കൂടെ കാണില്ല. അതിന്റെ ഇടയിൽ ജസ്റ്റ് ഒരു പെട്രോൾ പമ്പും കാര്യങ്ങളും കണ്ട്, സൂപ്പർ മാർക്കറ്റ് നമ്മളെ കണ്ടത് മാത്രം. അപ്പൊ നേരെ ഫ്രണ്ടിക്ക് പോയി നോക്കാം നമുക്ക്. അങ്ങനെ ഒരുപാട് ഓടി അവസാനത്തെ ഒരു വെളിച്ചങ്ങനെ കാണുന്നുണ്ട് അവിടെ ലാസ്റ്റില്. നമ്മൾ നല്ല പ്രതീക്ഷയിലിരുന്നിട്ടില്ല. കാരണം ഇവിടെ എന്തെങ്കിലും ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാകുന്ന. പക്ഷെ അത് ജസ്റ്റ് ഒരു മറ്റേ ലോറി പെട്രോളിന്റെ വണ്ടി ഉണ്ടല്ലോ, പെട്രോൾ വണ്ടികൾ ആൾട്ടാക്കിയ സ്ഥലമാണ്. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും എന്തൊക്കെയോ വെളിച്ചം വന്ന് തുടങ്ങിയിട്ടുള്ളിൽ ചെറിയ രീതിക്കുള്ള ഇത് വെളിച്ചമൊക്കെ വന്ന് കാണുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് റിയാദിന്റെ ആ ഏരിയയിലോട്ട് എത്തി തുടങ്ങി എന്നുള്ളതാണ്. ഇനിയിപ്പോ നമ്മളെ ലൊക്കേഷനിലോട്ട് ഇതേ 1 മണിക്കൂറും 10 മിനിറ്റ് 123 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഗൂഗിൾ മാപ്പിലെ ആ നമ്മളെ നേരം എല്ലാ വര മാറിയിട്ടില്ല. ഇപ്പോഴാണ് ഒരു വളവ് കാണുന്നത്. ഇവിടെയൊക്കെ നമ്മൾ അത്യാവശ്യം എത്തില്ല. ഇവിടെ അത്യാവശ്യം പമ്പും മാക്ഡൊണാൾഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഏരിയ. നമ്മളിവിടെ എത്തിയപ്പോൾ അത്യാവശ്യം ഇങ്ങോട്ടില്ല. ഒന്ന് പോയോട്ടെ. ഏതായാലും നേരെ പോവാം നമുക്ക്. കണ്ടു സിറ്റി കണ്ടു. നമ്മുടെ ലൊക്കേഷനിക്ക് ഇനി വരും 41 കിലോമീറ്റർ. ഏകദേശം ടൈം കാണിക്കുന്നത് 20 മണിക്കൂർ. അപ്പോൾ തീരെ നടുക്ക് കൂടിയാണ് ടീം പോകുന്നത്. അപ്പോൾ നല്ല തിരക്ക്, അത്യാവശ്യം നല്ല തിരക്കില്ല ഏരിയയിലോട്ട് നമ്മൾ എത്തി. മെട്രോ സ്റ്റേഷൻ അവിടെ തോന്നിട്ടില്ലെങ്കിൽ കണ്ടിട്ട് ടീവോളി പാലട്ടില്ലേ. പക്ഷെ നമ്മളെ ഗറാഫ ഏതായിരുന്നു ആ പാലത്തിന്റെ പേര്? ഗറാഫ. ആ പാലത്തിന്റെ അത്രയൊന്നും എത്തൂലട്ടില്ലേ. ഈ കാണുന്നതിന്റെ തൊട്ടടുത്ത് നമ്മുടെ ലൊക്കേഷൻ ഉണ്ട്. ഇവിടുന്ന് റൈറ്റ് എടുത്ത് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷനിൽ എത്തുന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഞങ്ങളെ ലൊക്കേഷനിൽ എത്തിയിട്ടില്ലേ. അങ്ങനെ നമ്മളെ ലൊക്കേഷനിലെത്തിക്കൊണ്ട് നമ്മളെ ചങ്ക് അങ്ങനെ അവസാനം ഞങ്ങൾ എത്തി. 602 കിലോമീറ്റർ കറക്റ്റ്. ഫുഡ് കഴിക്കണ്ട, ഇതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഏതായാലും മോനെ കണ്ടു, നമ്മൾ ലൊക്കേഷനിലെത്തി. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡ് ആവിട്ടിട്ടില്ലേ, ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട്. ആരതായോ ഏത് കാക്കു? ഈ കാക്കുവിനെ മുന്നേ കണ്ടുക്കണോ? എവിടുന്ന് കണ്ടുക്കണേ? അതിന്റെ റൂമെന്നോ? ഏത് റൂമെന്ന്? അങ്ങനെ അവസാനം നമ്മൾ വണ്ടിയിൽ നിന്ന് ഇവിടെ ഇറങ്ങിയിട്ടില്ലേ. സംഭവം നമ്മൾ റൂമും കാര്യങ്ങളും ഇവിടെ ഫ്രണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ റൂം ഇതിന്റെ സൈഡിലാന്ന് പറഞ്ഞ് ഇത് ഏരിയ മൊത്തം ഷോപ്പാണ്. നേരെ നല്ല സുഖമായിട്ടില്ല. റൂമിൽ നിന്ന് ഇറങ്ങാൻ കയറുക കടന്നുറങ്ങുക. ഈ ഒരു പരിപാടിയാണുള്ളത്. റൂമിൽ പോയോട്ടെ. നമ്മൾ നല്ല തണുപ്പുണ്ട്. അത്യാവശ്യം ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം തണുപ്പുണ്ട്. ഏകദേശം 20 ഡിഗ്രി ആണ്. നമ്മൾ ഖത്തറിൽ 26-27 നമ്മൾ വന്നപ്പോൾ കണ്ടത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടില്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നാളെ രാവിലെ മുതൽ നമ്മൾ അതിന്റെ പല ഏരിയയും കവർ ചെയ്യാനൊരു പ്ലാനിലാണ്. രാവിലെ നീക്കുന്നതിനനുസരിച്ച് ഓരോ സ്ഥലം പിടിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.